ഹലോ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും അപാരമായ ഊർജ്ജമുണ്ടെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളുടെ മാംസപേശികൾക്ക് നല്ല കരുത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ ചർമ്മം തിളങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും മാറ്റമില്ലാത്ത വലിയൊരു ആത്മവിശ്വാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ജീവിതം കുറച്ചുകൂടി എളുപ്പമുള്ളതായി മാറില്ലേ? എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ ഒട്ടുമിക്ക ആളുകളും ഈയൊരു ശക്തിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ തളർന്നു പോകുന്നു. കാരണം ശരീരത്തിന് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഇന്ധനം നൽകേണ്ടതെന്ന് അവർക്കറിയില്ല. എഴുത്തുകാരനായ ജെ ഹാരിസൺ തന്റെ ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നത് ഈയൊരു രഹസ്യമാണ്. ശരിയായ പോഷകാഹാരവും കൃത്യമായ ഫിറ്റ്നസ് ദിനചര്യയും ലഭിച്ചാൽ മാത്രമേ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു യന്ത്രമാണ് നമ്മുടെ ശരീരം എന്ന് അദ്ദേഹം പറയുന്നു. ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടാൽ ക്ഷീണവും സമ്മർദ്ദവും അസുഖങ്ങളും തനിയെ വന്നെത്തും. അതുകൊണ്ടാണ് ശരീരത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കുക, ഏതൊക്കെ ശീലങ്ങളാണ് നമ്മുടെ ഊർജ്ജം വർദ്ധിപ്പിക്കുന്നത്, ഏതൊക്കെയാണ് അതിനെ പതുക്കെ ഇല്ലാതാക്കുന്നത് എന്ന് തിരിച്ചറിയുക എന്നത് ഈ പുസ്തകത്തിന്റെ ലക്ഷ്യമായി മാറുന്നത്. വളരെ ലളിതവും എന്നാൽ അഗാധവുമായ ഒരു സത്യത്തോടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. നാം എന്ത് കഴിക്കുന്നുവോ അതാണ് നമ്മുടെ ശരീരമായി മാറുന്നത്. നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാം അനുഭവിക്കുന്നത്. ഇതിനർത്ഥം നാം നമ്മുടെ ശരീരത്തിന് പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകിയാൽ നമ്മുടെ ചിന്തകളും വ്യക്തവും പോസിറ്റീവുമായി മാറും എന്നാണ്. എന്നാൽ തെറ്റായ ഭക്ഷണക്രമം നമ്മുടെ ചിന്തകളെയും മാനസികാവസ്ഥയെയും ദുർബലപ്പെടുത്തുന്നു. ഫിറ്റ്നസ് എന്നത് വെറും ജിമ്മിൽ പോയി ഭാരം ഉയർത്തുക എന്നതല്ലെന്നും, മറിച്ച് ശരിയായ ഭക്ഷണക്രമം, ആവശ്യത്തിന് ഉറക്കം, മാനസിക സമാധാനം, ചിട്ടയായ വ്യായാമം എന്നിവ ഉൾപ്പെടുന്ന ജീവിതത്തിന്റെ ഒരു സന്തുലിതാവസ്ഥയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടും. ഇനി പുസ്തകത്തിലെ ആദ്യത്തെ പ്രധാന ആശയമായ പോഷകാഹാരത്തെക്കുറിച്ച് സംസാരിക്കാം. തങ്ങൾ എത്ര കഴിക്കണം, എന്ത് കഴിക്കണമെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. കൂടുതൽ കഴിക്കുന്നത് കൂടുതൽ ശക്തി നൽകുമെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഭക്ഷണത്തിന്റെ അളവിൽ നിന്നല്ല, മറിച്ച് അതിന്റെ ഗുണനിലവാരത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ശക്തി ലഭിക്കുന്നത്. അതായത് ഭക്ഷണത്തിൽ എന്തൊക്കെ പോഷകങ്ങളുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ശരീരത്തിന് പ്രധാനമായും 3 ഘടകങ്ങളാണ് ആവശ്യമുള്ളതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒന്നാമത്തത് കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തത് പ്രോട്ടീൻ, മൂന്നാമത്തത് കൊഴുപ്പ്. ഇവ മൂന്നും ശരിയായ അനുപാതത്തിലാകുമ്പോഴാണ് ശരീരത്തിന് ഊർജ്ജവും സന്തുലിതാവസ്ഥയും കരുത്തും ലഭിക്കുന്നത്. ഇവയിൽ അസന്തുലിതാവസ്ഥയുണ്ടായാൽ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും ശരീരത്തിന് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടും. കാർബോഹൈഡ്രേറ്റ് ശരീരത്തിനുള്ള ഊർജ്ജത്തിന്റെ പ്രധാന സ്രോതസ്സാണ്. എന്നാൽ എല്ലാ കാർബോഹൈഡ്രേറ്റുകളും ഒരുപോലെയല്ല എന്ന് ഗ്രന്ഥകാരൻ മുന്നറിയിപ്പ് നൽകുന്നു. മുഴുവൻ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ തുടങ്ങിയ നല്ല കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിന് പതുക്കെ ഊർജ്ജം നൽകുന്നു. ഇത് ദിവസം മുഴുവൻ സ്ഥിരമായ ശക്തി നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ മധുരപാനീയങ്ങളും മൈദ പോലെയുള്ളവയും പെട്ടെന്ന് ഊർജ്ജം നൽകുമെങ്കിലും വളരെ വേഗം ക്ഷീണമുണ്ടാക്കും. അതിനാൽ ദീർഘനേരം ഊർജ്ജസ്വലരായിരിക്കാൻ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. രണ്ടാമത്തെ ഘടകം പ്രോട്ടീനാണ്. ശരീരത്തിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇതാണ്. മാംസപേശികളുടെ വളർച്ച, ചർമ്മം, മുടി, രോഗപ്രതിരോധ ശേഷി തുടങ്ങി എല്ലാത്തിനും പ്രോട്ടീൻ അത്യാവശ്യമാണ്. ദിവസവും വ്യായാമം ചെയ്യുന്നവർ തങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് ആവശ്യമായ പ്രോട്ടീൻ കഴിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ മാത്രമേ ശരീരത്തിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ പോഷണം ലഭിക്കൂ. മൂന്നാമത്തെ പ്രധാന ഘടകം കൊഴുപ്പാണ്. ഇതിനെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കൊഴുപ്പ് എന്നാൽ അമിതവണ്ണം എന്നാണ് പലരുടെയും വിചാരം. എന്നാൽ എല്ലാ കൊഴുപ്പും ശരീരത്തിന് ദോഷകരമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒലിവെണ്ണ, നട്ട്സ്, വിത്തുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള ചില കൊഴുപ്പുകൾ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. കാരണം അവ ഹോർമോൺ സന്തുലിതാവസ്ഥയും തലച്ചോറിന്റെ പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നു. അതിനാൽ ശരിയായ കൊഴുപ്പ് കഴിക്കുന്നത് ഫിറ്റ്നസ് യാത്രയിലെ ഒരു പ്രധാന ഭാഗമാണ്. തുടർന്ന് അദ്ദേഹം വെള്ളം കൊണ്ട് ശരീരത്തിന് പോഷണം നൽകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഏറ്റവും വില കുറഞ്ഞതും എന്നാൽ ഏറ്റവും ശക്തവുമായ ഊർജ്ജ സ്രോതസ്സാണ് വെള്ളമെന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഇത് ശരീരത്തിൽ നിന്നും വിഷാംശങ്ങളെ പുറന്തള്ളുകയും കോശങ്ങളെ സജീവമാക്കി നിർത്തുകയും ചെയ്യുന്നു. ശരീരത്തിൽ ജലാംശം കുറഞ്ഞാൽ ഊർജ്ജം പെട്ടെന്ന് കുറയും, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ക്ഷീണം വർദ്ധിക്കുകയും ചെയ്യും. അതിനാൽ എല്ലാവരും ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്ന ശീലം വളർത്തിയെടുക്കണം. ശരീരവുമായുള്ള നമ്മുടെ ബന്ധം ഭക്ഷണത്തിലും വ്യായാമത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് പുസ്തകത്തിന്റെ അടുത്ത ഭാഗം പറയുന്നു. അതിൽ നമ്മുടെ മാനസികാരോഗ്യവും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ശരീരത്തിലെ ഹോർമോണുകൾ മാറുകയും അത് ദഹനത്തെയും പ്രതിരോധശേഷിയെയും മോശമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മാനസിക സമാധാനവും സന്തുലിതാവസ്ഥയും ഫിറ്റ്നസിന്റെ പ്രധാന ഭാഗമായി കണക്കാക്കുന്നത്. വളരെ അത്ഭുതകരമായ ഒരു കാര്യം അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ വളരെ പതുക്കെ ഓരോ ഉരുളയും നന്നായി രുചിച്ചു കഴിച്ചാൽ ശരീരം അതിനെ കൂടുതൽ മികച്ച രീതിയിൽ ദഹിപ്പിക്കുന്നു. കാരണം തലച്ചോറും ആമാശയവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്.
നമ്മൾ വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യത്തിന് ഭക്ഷണം ലഭിച്ചു എന്ന സന്ദേശം തലച്ചോറിന് ലഭിക്കില്ല. അതിനാൽ നാം അമിതമായി കഴിക്കുകയും വണ്ണം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഒരു ധ്യാനം പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു. എത്രത്തോളം ശാന്തമായി ഇരുന്ന് കഴിക്കുന്നുവോ അത്രത്തോളം ഗുണം ലഭിക്കും. പുസ്തകത്തിലെ മറ്റൊരു പ്രധാന ഭാഗം ഉറക്കത്തിന്റെയും വിശ്രമത്തിന്റെയും ശക്തിയാണ്. നാം ഉറങ്ങുമ്പോഴാണ് ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. ഉറങ്ങുമ്പോൾ നമ്മുടെ മാംസപേശികൾ സ്വയം സുഖപ്പെടുന്നു, ഹോർമോണുകൾ സന്തുലിതമാകുന്നു, തലച്ചോർ അടുത്ത ദിവസത്തേക്ക് തയ്യാറെടുക്കുന്നു. ഉറക്കം പൂർണ്ണമായില്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും വ്യായാമം ചെയ്താലും ശരീരം ശരിയായി പ്രതികരിക്കില്ല. അതിനാൽ എല്ലാവരും കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അദ്ദേഹം ലളിതമായ ഒരു നിയമം പറയുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങളുടെ ഭക്ഷണരീതിയിലും വിശ്രമിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും അത് സൂചിപ്പിക്കുന്നു. ഇനി വ്യായാമത്തെക്കുറിച്ച് സംസാരിക്കാം. ഫിറ്റ്നസ് എന്നാൽ ഭാരം കുറയ്ക്കുക മാത്രമല്ല, ശരീരത്തെ ശക്തമാക്കുകയും സജീവമായി നിലനിർത്തുകയും ചെയ്യുക എന്നതാണ്. വ്യായാമത്തിന്റെ ലക്ഷ്യം ശരീരത്തെ ശിക്ഷിക്കുക എന്നതല്ല, മറിച്ച് അതിനെ ഉണർത്തുക എന്നതാണ്. ഓരോ വ്യക്തിക്കും അവരുടെ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വ്യായാമം തിരഞ്ഞെടുക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ചിലർക്ക് ഓടാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് യോഗ, മറ്റു ചിലർക്ക് ഭാരമുയർത്താൻ. എന്നാൽ ശരീരം വഴക്കമുള്ളതും കരുത്തുറ്റതുമായി നിലനിർത്താൻ ദിവസവും കുറച്ച് വ്യായാമം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. സ്ഥിരമായി വ്യായാമം ചെയ്യുമ്പോൾ നമ്മളിൽ ആത്മവിശ്വാസവും അച്ചടക്കവും വളരുന്നു എന്ന് പുസ്തകത്തിൽ പറയുന്നു. ഇത് ശരീരത്തിന്റെ മാത്രമല്ല, മനസ്സിന്റെയും ശക്തി വർദ്ധിപ്പിക്കുന്നു. ഫിറ്റ്നസിനെ ആത്മാഭിമാനത്തിന്റെ പ്രകടനമായാണ് അദ്ദേഹം കാണുന്നത്. ശരീരത്തിനുള്ളിൽ നടക്കുന്ന അത്ഭുതകരമായ ശാസ്ത്രത്തെ ഗ്രന്ഥകാരൻ ഇനി നമുക്ക് പരിചയപ്പെടുത്തിത്തരുന്നു. നാം ശരീരത്തിന് ഭക്ഷണം നൽകുമ്പോൾ ഓരോ കണികയും ഓരോ കോശവും ആ ഭക്ഷണത്തെ വിഘടിപ്പിച്ച് ഊർജ്ജമാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ശക്തി. എന്നാൽ പലരും ഈ പ്രക്രിയയെ ശരിയായി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ തെറ്റായ ശീലങ്ങളിൽ അകപ്പെടുകയും ശരീരത്തെ ദുർബലമാക്കുകയും ചെയ്യുന്നത്. ഏതെങ്കിലും കായിക വിനോദത്തിലോ ശാരീരിക അധ്വാനത്തിലോ മികച്ച പ്രകടനം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഊർജ്ജം എങ്ങനെ ഉണ്ടാകുന്നു എന്നും അതെപ്പോൾ ചെലവാകുന്നു എന്നും മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഉദാഹരണത്തിന്, വെറും വയറ്റിൽ ഓടുമ്പോൾ ശരീരം അതിലെ മാംസപേശികളെ വിഘടിപ്പിച്ചാണ് ഊർജ്ജമുണ്ടാക്കുന്നത്. ഇത് ക്ഷീണം വരുത്തും. എന്നാൽ ഓടുന്നതിന് മുൻപ് ലഘുവായ പോഷകാഹാരം കഴിച്ചാൽ ശരീരം ആ ഭക്ഷണത്തെ ഇന്ധനമായി ഉപയോഗിക്കുകയും നിങ്ങളുടെ ശക്തി പല മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ സ്പോർട്സ് പോഷകാഹാരം അർത്ഥമാക്കുന്നത്. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്കും സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവർക്കും ഭക്ഷണം എന്നത് വെറും രുചിയല്ല, അതൊരു തന്ത്രം കൂടിയാണെന്ന് അദ്ദേഹം പറയുന്നു. ശരീരം എപ്പോഴും തയ്യാറായിരിക്കാൻ ഏത് ഭക്ഷണം എപ്പോൾ എത്ര അളവിൽ കഴിക്കണമെന്ന് അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന്, രാവിലെ ശരീരത്തിന് ഊർജ്ജം ആവശ്യമാണ്. അതിനാൽ ആ സമയത്ത് കാർബോഹൈഡ്രേറ്റും കുറച്ച് പ്രോട്ടീനും ചേർന്ന മിശ്രിതം വളരെ നല്ലതാണ്. എന്നാൽ വൈകുന്നേരം ശരീരത്തിന് വിശ്രമവും അറ്റകുറ്റപ്പണികളുമാണ് ആവശ്യം. അതിനാൽ അപ്പോൾ പ്രോട്ടീനും ശരിയായ കൊഴുപ്പും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് പുസ്തകം പറയുന്നു. ചിലർക്ക് കൂടുതൽ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഊർജ്ജം ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് ക്ഷീണമുണ്ടാക്കാം. അതുകൊണ്ട് സ്വന്തം ശരീരത്തിന്റെ ഭാഷ കേൾക്കാൻ പഠിക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. ഭക്ഷണം കഴിച്ചതിനു ശേഷം ശരീരത്തിന് എന്ത് തോന്നുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല ഊർജ്ജവും ഉന്മേഷവും തോന്നുന്നുവെങ്കിൽ ആ ഭക്ഷണം നിങ്ങൾക്ക് അനുയോജ്യമാണ്. എന്നാൽ ഉറക്കമോ അലസതയോ വരികയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ആ ഭക്ഷണത്തെ സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഫിറ്റ്നസ് എന്നത് ഒരു ദിവസമോ ഒരാഴ്ചയോ കൊണ്ട് കിട്ടുന്ന ഒന്നല്ല, ഇതൊരു നിരന്തരമായ പ്രക്രിയയാണ്. ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ക്ഷമയും അച്ചടക്കവും അത്യാവശ്യമാണ്. പലരും പെട്ടെന്ന് ഫലം ലഭിക്കാനാഗ്രഹിക്കുകയും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മാറ്റങ്ങൾ കാണാതിരിക്കുമ്പോൾ പിന്മാറുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് യഥാർത്ഥ വ്യത്യാസമുണ്ടാകുന്നത്. ശരീരത്തെ മാറ്റുക എന്നത് വാസ്തവത്തിലൊരു ആശയവിനിമയമാണ് എന്ന് അദ്ദേഹം പുസ്തകത്തിൽ ഒരിടത്തെഴുതുന്നു. നല്ല ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഉറക്കത്തിലൂടെയും നിങ്ങൾ ശരീരത്തിന് സ്നേഹം നൽകുമ്പോൾ അത് തിരിച്ച് നിങ്ങൾക്ക് ഊർജ്ജവും ശക്തിയും നൽകുന്നു. എന്നാൽ നിങ്ങൾ അതിന് സമ്മർദ്ദവും അലസതയും വൈകിയുള്ള ഉറക്കവും തെറ്റായ ഭക്ഷണവും നൽകിയാൽ അത് ക്ഷീണത്തിലൂടെയും അസുഖങ്ങളിലൂടെയും മറുപടി നൽകും. വളരെ രസകരമായ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നു. ഫിറ്റ്നസിന്റെ ഏറ്റവും വലിയ ശത്രു കാരണങ്ങൾ കണ്ടെത്തുന്നതാണ്. സമയമില്ലെന്നോ അല്ലെങ്കിൽ വളരെ ക്ഷീണിതനാണെന്നോ പലരും പറയാറുണ്ട്. എന്നാൽ സത്യമെന്തെന്നാൽ ശരീരത്തെ സജീവമായി നിലനിർത്തുക എന്നത് സമയത്തിന്റെയല്ല, നിങ്ങളുടെ ഉദ്ദേശ്യത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിവസവും 20 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കാരണം നിങ്ങൾ നിങ്ങളെത്തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന സന്ദേശമാണ് ആ 20 മിനിറ്റ് ശരീരത്തിന് നൽകുന്നത്. മാനസിക ശക്തിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അധ്യായം തന്നെ ഈ പുസ്തകത്തിലുണ്ട്. മനസ്സ് കൂടെയുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിന് മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് അദ്ദേഹം പറയുന്നു.
മനസ്സിൽ അലസതയുണ്ടെങ്കിൽ ശരീരം എത്ര കഴിവുള്ളതാണെങ്കിലും അത് തളർന്നു പോകും. എന്നാൽ മനസ്സിൽ ആവേശമുണ്ടെങ്കിൽ ശരീരത്തിന് അതിന്റെ പരിധികളെ മറികടക്കാൻ കഴിയും. അതിനാൽ ശാരീരിക ഫിറ്റ്നസ് പോലെ തന്നെ മാനസിക ഫിറ്റ്നസും വളരെ പ്രധാനമാണ്. സമ്മർദ്ദമാണ് ഏറ്റവും വലിയ ശത്രു. കാരണം അത് ശരീരത്തിലെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയെ തകർക്കുകയും ഉറക്കത്തെയും ദഹനത്തെയും മാംസപേശികളുടെ പ്രവർത്തനത്തെയും ബാധിക്കുകയും ചെയ്യും. സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ചില ലളിതമായ വഴികൾ അദ്ദേഹം പറയുന്നു. ദിവസവും കുറച്ചു സമയം ദീർഘമായി ശ്വാസമെടുക്കുക. രാവിലെ സൂര്യപ്രകാശത്തിൽ നടക്കുക. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ നന്ദി പ്രകടിപ്പിക്കുക. ഇത്തരം ചെറിയ കാര്യങ്ങൾ മനസ്സിനെ ശാന്തമാക്കുകയും ശരീരത്തെ ഉള്ളിൽ നിന്ന് ശക്തമാക്കുകയും ചെയ്യുന്നു. ആധുനിക ജീവിത ശൈലിയിൽ ആളുകൾ കൂടുതലും ഇരിക്കുകയും കുറച്ചുമാത്രം നടക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. ഇതുമൂലം ശരീരത്തിന്റെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദിവസത്തിൽ കുറേ മണിക്കൂറുകൾ ഇരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടെ എഴുന്നേറ്റ് നടക്കുക. പടികൾ കയറുകയോ ശരീരത്തിന് നല്ല സ്ട്രെച്ചിങ് നൽകുകയോ ചെയ്യുക. കാരണം ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് അതിനെ സജീവമാക്കി നിർത്തുന്നത്. ശരീരം നിഷ്ക്രിയമാകുമ്പോൾ അതിന്റെ വേഗതയും ശക്തിയും കുറയുന്നു. ഭക്ഷണമെന്നത് ശരീരത്തിന് മാത്രമല്ല ആത്മാവിനും കൂടിയുള്ളതാണെന്ന് പുസ്തകത്തിൽ തുടർന്ന് പറയുന്നു. നിങ്ങൾ നെഗറ്റീവ് ചിന്തകളോടെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് ചിന്തകളോടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അത്രയും ഗുണം ചെയ്യില്ല. അതിനാൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വളരെ ആദരവോടെ കഴിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അത് നിങ്ങളുടെ ശരീരത്തിനുള്ള വെറുമൊരു ഇന്ധനമല്ല, അതൊരു അനുഗ്രഹമാണ് എന്ന രീതിയിൽ കഴിക്കുക. ഫിറ്റ്നസ് എന്നാൽ മെലിഞ്ഞിരിക്കുക എന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ ശരീരത്തിലെ സന്തുലിതാവസ്ഥയും സ്ഥിരതയുമാണ് യഥാർത്ഥ ഫിറ്റ്നസ് എന്നതാണ് സത്യം. നിങ്ങൾക്ക് അല്പം ഭാരം കൂടുതലാണെങ്കിലും നിങ്ങൾ ഊർജ്ജസ്വലനും സജീവനുമാണെങ്കിൽ എളുപ്പത്തിൽ രോഗിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ്. കാരണം ഫിറ്റ്നസിന്റെ അളവുകോൽ ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയാണ്, അല്ലാതെ ത്രാസിൽ കാണുന്ന അക്കങ്ങളല്ല. പ്രതിരോധശേഷി അഥവാ രോഗങ്ങളോട് പോരാടാനുള്ള കഴിവാണ് ശരീരത്തിന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് പുസ്തകത്തിലെ മറ്റൊരു രസകരമായ ഭാഗം പറയുന്നു. നിങ്ങളുടെ ഭക്ഷണക്രമം സന്തുലിതമാണെങ്കിൽ, നിങ്ങൾ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അപൂർവമായി മാത്രമേ അസുഖങ്ങൾ വരൂ എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ശരീരത്തിലെ കോശങ്ങൾ കരുത്തുറ്റതാകുകയും ഏത് അണുബാധയെയും എളുപ്പത്തിൽ നേരിടുകയും ചെയ്യും. പച്ചക്കറികൾ, പുതിയ പഴങ്ങൾ, വിത്തുകൾ എന്നിവ ശരീരത്തിന് പ്രകൃതിദത്തമായ കവചം പോലെ പ്രവർത്തിക്കുന്നു. ഇവയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിനുകളും ധാതുക്കളും ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും വിഷാംശങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ശരീരത്തിലെ pH നിലയും സന്തുലിതമായി തുടരും. അതിനാൽ അസുഖങ്ങൾക്ക് വളരാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരത്തെ ദീർഘകാലത്തേക്ക് ആരോഗ്യത്തോടെ നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ വൈവിധ്യം കൊണ്ടുവരിക. ദിവസവും ഒരേ ഭക്ഷണം തന്നെ കഴിക്കുന്നത് ശരീരത്തിൽ ചില പോഷകങ്ങളുടെ കുറവുണ്ടാക്കും. അതിനാൽ ആഴ്ചയിൽ പല നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. ഓരോ നിറവും ഓരോ വ്യത്യസ്ത പോഷകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുവന്ന പഴങ്ങളിൽ ആന്റി ഓക്സിഡന്റുകളുണ്ട്. പച്ചക്കറികളിൽ ഇരുമ്പും നാരുകളുമുണ്ട്. മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളിൽ ഊർജം നൽകുന്ന ഘടകങ്ങളുണ്ട്. ഫിറ്റ്നസ് യാത്രയിൽ ഒരു ലക്ഷ്യം നിശ്ചയിക്കേണ്ടത് എത്രത്തോളം അനിവാര്യമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ലക്ഷ്യമില്ലാതെ മുന്നോട്ടു പോയാൽ നിങ്ങൾ പെട്ടെന്ന് ക്ഷീണിക്കും. എന്നാൽ 10 കിലോമീറ്റർ ഓടുക, അല്ലെങ്കിൽ ഒരു മത്സരത്തിന് തയ്യാറെടുക്കുക എന്നിങ്ങനെയുള്ള വ്യക്തമായ ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ഒരേ ദിശയിൽ പ്രവർത്തിക്കും. അതിനാൽ എല്ലാവരും അവരെ തന്നെ പ്രചോദിപ്പിക്കുന്ന ശക്തവും യാഥാർത്ഥ്യവുമായ ഒരു ലക്ഷ്യം നിർണ്ണയിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ശരീരത്തെ ദീർഘകാലത്തേക്ക് ആരോഗ്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും നിലനിർത്തുന്നതിനുള്ള രഹസ്യങ്ങൾ ജെ ഹാരിസൺ വിശദീകരിക്കുന്നു. ഫിറ്റ്നസിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അച്ചടക്കമാണെന്ന് അദ്ദേഹം പറയുന്നു. നാൾക്കുനാൾ ശരീരത്തെ മിനുക്കിയെടുക്കുന്ന ശക്തിയാണിത്. പലരും വളരെ ആവേശത്തോടെ തുടങ്ങുമെങ്കിലും ഫിറ്റ്നസ് ഒരു താൽക്കാലിക കാര്യമായി കാണുന്നതുകൊണ്ട് ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവർ തളർന്നുപോകും. എന്നാൽ സത്യത്തിൽ ഇതൊരു ജീവിത ശൈലിയാണ്. ഓരോ വ്യക്തിക്കും തന്റേതായ ഒരു സ്ഥിരമായ ദിനചര്യ ഉണ്ടായിരിക്കണം. അതിൽ ഭക്ഷണം, വ്യായാമം, വിശ്രമം എന്നിവ കൃത്യമായി സന്തുലിതമായിരിക്കണം. ഈ 3 തൂണുകളും ശക്തമാകാതെ ശരീരത്തിന് പൂർണ്ണമായി ഫിറ്റായിരിക്കാൻ കഴിയില്ല. രക്തയോട്ടം കൂട്ടാനും തലച്ചോറിനെ ഉണർത്താനും ചെറിയ സ്ട്രെച്ചിങ്ങോ നടത്തമോ വഴി വേണം ദിവസം തുടങ്ങാൻ. പിന്നീട് മുഴുവൻ ധാന്യങ്ങളും പഴങ്ങളും കുറച്ച് പ്രോട്ടീനും അടങ്ങിയ ആരോഗ്യകരമായ പ്രഭാതഭക്ഷണം. ഇത് ശരീരത്തിന് ദിവസം മുഴുവൻ ആവശ്യമായ ഊർജം നൽകും. പലരും പ്രഭാതഭക്ഷണം ഒഴിവാക്കാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇതൊരു വലിയ തെറ്റാണ്. കാരണം രാവിലെയുള്ള ഭക്ഷണമാണ് ശരീരത്തിന്റെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു തുടങ്ങുന്നത്. അത് ഒഴിവാക്കിയാൽ ദിവസം മുഴുവൻ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും. വിശപ്പ് അനിയന്ത്രിതമാകും. ഇത് ഉച്ചയ്ക്കും രാത്രിയിലും അമിതമായി ഭക്ഷണം കഴിക്കാൻ കാരണമാകും. അതിനാൽ എത്ര തിരക്കുണ്ടെങ്കിലും പ്രഭാതഭക്ഷണം ഒഴിവാക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. ഭക്ഷണങ്ങൾക്കിടയിൽ ചെറിയ ഇടവേളകൾ നൽകണമെന്ന് പുസ്തകം പറയുന്നു. അതായത് ഓരോ 3-4 മണിക്കൂറിലും ലഘുവായി എന്തെങ്കിലും കഴിക്കണം. ഇത് ശരീരത്തിന്റെ ഊർജം നിലനിർത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കാനും സഹായിക്കും.
ദീർഘനേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരീരം പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും അടുത്ത തവണ കഴിക്കുന്ന ഭക്ഷണത്തെ അത് കൊഴുപ്പായി സൂക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതിനാൽ ഫിറ്റ്നസ് എന്നത് വ്യായാമം മാത്രമല്ല, ഭക്ഷണ ക്രമീകരണത്തിലൂടെ കൂടിയാണ് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. രാത്രിയിലെ ഭക്ഷണം ലഘുവായതും നേരത്തെ കഴിക്കേണ്ടതുമാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. കാരണം ഉറങ്ങുന്നതിന് മുമ്പ് ദഹനത്തിനായി ശരീരത്തിന് സമയം ആവശ്യമാണ്. രാത്രി വൈകി കനത്ത ഭക്ഷണം കഴിച്ചാൽ ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയുകയും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. ഇത് ഹോർമോണുകളെ അസന്തുലിതമാക്കുകയും പിറ്റേന്ന് രാവിലെ ഉന്മേഷക്കുറവ് ഉണ്ടാക്കുകയും ചെയ്യും. അതിനാൽ സൂര്യാസ്തമയത്തിന് ശേഷം 2 മണിക്കൂറിനുള്ളിൽ അത്താഴം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്രന്ഥകാരന്റെ അഭിപ്രായത്തിൽ ശരീരത്തെ സ്ഥിരമായി പരിചരിക്കുമ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ ശക്തി പുറത്തുവരൂ. ഒരു ചെടിക്ക് ദിവസവും വെള്ളം നൽകുമ്പോൾ അത് പച്ചപിടിച്ചു നിൽക്കുന്നത് പോലെ ദിവസവും ശരീരത്തിന് കുറച്ച് സമയം നൽകേണ്ടത് അത്യാവശ്യമാണ്. അത് വ്യായാമമാകാം, ധ്യാനമാകാം, അല്ലെങ്കിൽ പോഷകസമൃദ്ധമായ ഭക്ഷണമാകാം. നിങ്ങൾ ശരീരത്തെ അവഗണിക്കുകയാണെങ്കിൽ അതിന് ക്രമേണ ഊർജം നഷ്ടപ്പെടും. ഫിറ്റ്നസ് എന്നാൽ സ്വയം കർശനമായി നിയന്ത്രിക്കലാണെന്ന് പലരും ചിന്തിക്കുന്നു. എന്നാൽ ഫിറ്റ്നസ് ഉണ്ടാകുന്നത് സ്നേഹത്തിൽ നിന്നാണ്, അല്ലാതെ സമ്മർദ്ദത്തിൽ നിന്നല്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. വ്യായാമത്തെ നിങ്ങൾ ഒരു ശിക്ഷയായി കണ്ടാൽ മനസ്സ് അതിനെ എതിർക്കും. എന്നാൽ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി അതിനെ ഏറ്റെടുത്താൽ ശരീരം തന്നെ നിങ്ങൾക്ക് നന്ദി പറയും. അതുകൊണ്ട് ഫിറ്റ്നസിനെ സന്തോഷത്തോടെ അനുഭവിക്കുക. ശരീരത്തിനുള്ള പോഷണം ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല, ശരിയായ ചിന്തയിൽ നിന്നു കൂടിയാണെന്ന് പുസ്തകം പറയുന്നു. മനസ്സിൽ നെഗറ്റീവ് വികാരങ്ങളുണ്ടെങ്കിൽ ശരീരം അതറിയുന്നുണ്ട്. കാരണം ഓരോ ചിന്തയും രാസമാറ്റങ്ങളായി ശരീരത്തിലേക്കെത്തുന്നു. അതിനാൽ നിങ്ങളെത്തന്നെ സ്നേഹിക്കാനും നിങ്ങളുടെ ശരീരത്തോട് നന്ദിയുള്ളവരായിരിക്കാനും ഉള്ള ശീലമായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ഫിറ്റ്നസ് ശീലമെന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ നിങ്ങളെത്തന്നെ അഭിനന്ദിക്കുമ്പോൾ ശരീരം അതനുസരിച്ച് പ്രതികരിക്കുകയും ക്രമേണ ആരോഗ്യകരവും ആത്മവിശ്വാസമുള്ളതുമായി മാറുകയും ചെയ്യും. താരതമ്യപ്പെടുത്തലാണ് ഫിറ്റ്നസിന്റെ ഒരു വലിയ ശത്രുവെന്ന് അദ്ദേഹം പറയുന്നു. മറ്റുള്ളവരെ കണ്ട് തങ്ങൾ എന്തുകൊണ്ട് അവരെപ്പോലെ ആകുന്നില്ല എന്ന് പലരും ചിന്തിക്കുന്നു. എന്നാൽ ഓരോ ശരീരവും വ്യത്യസ്തമാണ് എന്നതാണ് സത്യം. അതിന്റെ ഘടനയും പ്രവർത്തനവും പ്രതികരണവും എല്ലാം വ്യത്യസ്തമാണ്. നിങ്ങൾ മറ്റൊരാളെപ്പോലെ ആകാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന്റെ യഥാർത്ഥ കഴിവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതിനാൽ ഇന്നലത്തെ നിങ്ങളുമായി മാത്രം ഇന്നത്തെ നിങ്ങളെ താരതമ്യം ചെയ്യുക. അതായത് ഓരോ ദിവസവും കുറച്ചുകൂടി മികച്ചതാകാൻ ശ്രമിക്കുക. ശരീരത്തെ ഫിറ്റായി നിലനിർത്താൻ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം തുടർന്ന് വിശദീകരിക്കുന്നു. കൂടുതൽ ജോലി ചെയ്താൽ വിജയം നേടാമെന്ന് പലരും കരുതുന്നു. എന്നാൽ നിങ്ങൾ ഉറക്കം ഒഴിവാക്കിയാൽ ശരീരം ഉള്ളിൽ നിന്ന് തകരാൻ തുടങ്ങും. 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഗാഠനിദ്ര ശരീരത്തിന് വീണ്ടും ഊർജം നൽകുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഉറക്കത്തിൽ മാംസപേശികളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുകയും തലച്ചോറിന്റെ ഓർമ്മകൾ വ്യക്തമാവുകയും ചെയ്യുന്നു. നല്ല ഉറക്കം ലഭിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഉന്മേഷം തോന്നാൻ കാരണമിതാണ്. കായികരംഗത്തുള്ളവർക്കും കഠിനമായ ശാരീരിക അധ്വാനം ചെയ്യുന്നവർക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഭാഗം പുസ്തകത്തിലുണ്ട്. വ്യായാമത്തിന് ശേഷം ശരീരത്തിന് ഉടനടി പുനർനിർമ്മാണം ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. അതിനാൽ ആ സമയത്ത് പ്രോട്ടീനും ലഘുവായ കാർബോഹൈഡ്രേറ്റും കഴിക്കണം. അങ്ങനെ മാംസപേശികൾ വേഗത്തിൽ സുഖപ്പെടുകയും ഊർജം തിരികെ ലഭിക്കുകയും ചെയ്യും. വ്യായാമത്തിന് ശേഷമുള്ള അരമണിക്കൂർ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണെന്ന് അദ്ദേഹം പറയുന്നു. കാരണം അപ്പോഴാണ് ശരീരം ഭക്ഷണത്തെ ഏറ്റവും വേഗത്തിൽ ആഗിരണം ചെയ്യുന്നത്. ശരീരത്തിൽ എപ്പോഴും ജലാംശം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറയുന്നു. കാരണം ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും രക്തം കട്ടിയാവുകയും മാംസപേശികൾക്ക് വലിവും വേദനയും ഉണ്ടാകുകയും ചെയ്യും. അതിനാൽ ഓരോരുത്തരും തങ്ങളുടെ ദിവസേനയുള്ള ജോലികൾക്കനുസരിച്ച് കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവ് തീരുമാനിക്കണം. നിങ്ങളുടെ ചർമ്മം വരണ്ടതായി തോന്നുകയോ ചുണ്ടുകൾ ഇടയ്ക്കിടെ വരണ്ടു പോകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ശരീരം ജലാംശത്തിന്റെ കുറവ് അനുഭവിക്കുന്നുണ്ടെന്നതിന്റെ സൂചനയാണിതെന്ന് അദ്ദേഹം പറയുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നു. ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം തന്നെ അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നതിലും ശ്രദ്ധിക്കണം. നിങ്ങൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അവ പുതിയതാണെന്നും അതിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തുക. കാരണം ആധുനിക ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. നമ്മൾ കൂടുതലും പാക്കറ്റുകളിൽ വരുന്ന ഭക്ഷണങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് രുചി വർദ്ധിപ്പിക്കുമെങ്കിലും ശരീരത്തെ ക്രമേണ ദുർബലമാക്കും. യഥാർത്ഥ അർത്ഥത്തിൽ നിങ്ങൾ ഫിറ്റായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് അദ്ദേഹം പറയുന്നു. ശരീരത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റുക. മധുരപാനീയങ്ങൾ, ജങ്ക് ഫുഡ്, അമിതമായി എണ്ണയടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കി പകരം പഴങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ്, മുഴുവൻ ധാന്യങ്ങൾ എന്നിവ അവിടെ വയ്ക്കുക. നിങ്ങളുടെ വീട് ആരോഗ്യകരമായ ഭക്ഷണങ്ങളാൽ നിറയുമ്പോൾ നിങ്ങളുടെ ശരീരവും സ്വാഭാവികമായി ആരോഗ്യകരമാകും. ശരീരത്തെ കരുത്തുറ്റതാക്കാൻ ദിവസവും അല്പം വെയിൽ കൊള്ളേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. കാരണം സൂര്യപ്രകാശത്തിൽ നിന്ന് ശരീരത്തിന് വിറ്റാമിൻ ഡി ലഭിക്കുന്നു. ഇത് എല്ലുകളെയും പ്രതിരോധശേഷിയെയും ശക്തമാക്കുന്നു.
നിങ്ങൾ ദിവസം മുഴുവൻ വീടിനുള്ളിൽ തന്നെ ഇരുന്നാൽ ശരീരം പതുക്കെ ദുർബലമാകും. അതിനാൽ ദിവസത്തിൽ കുറച്ചു സമയമെങ്കിലും പുറത്തെ അന്തരീക്ഷത്തിൽ ചിലവഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും. ഫിറ്റ്നസ് എന്നത് വ്യക്തിപരമായി മാത്രമല്ല, ഒരു സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണെന്ന് അദ്ദേഹം പറയുന്നു. ഒരു വ്യക്തി ആരോഗ്യവാനായിരിക്കുമ്പോൾ അവരുടെ കുടുംബവും സമൂഹവും സന്തോഷത്തോടെയിരിക്കും. അതിനാൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും സംരക്ഷിക്കണം. ആരോഗ്യവാനായ ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ കഴിയൂ. ശരീരത്തെ പരിപാലിക്കുന്നത് ജീവിതത്തിന്റെ കടം വീട്ടുന്നത് പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു. ഈ ശരീരം നമുക്കൊരു സമ്മാനമായി കിട്ടിയതാണ്. അതിനാൽ ഇതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശരീരവും മനസ്സും സന്തുലിതമായിരിക്കുമ്പോൾ ഒരു വ്യക്തി അവരുടെ ജോലിയിൽ കൂടുതൽ സർഗാത്മകത പ്രകടിപ്പിക്കും. അവരുടെ ചിന്തകൾ വ്യക്തമാവുകയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവ് അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഫിറ്റ്നസ് എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ യാത്ര എല്ലാ ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ശരീരത്തെ സജീവമാക്കുമ്പോൾ ആ നിമിഷമാണ് യഥാർത്ഥ വിജയത്തിൻ്റെത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആരോഗ്യകരവും അർത്ഥവത്തുമായ ദിശയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ഭക്ഷണത്തിനു പുറമെ ആത്മനിയന്ത്രണം അത്യാവശ്യമാണെന്നും പുസ്തകത്തിൽ പറയുന്നു. കാരണം ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നതാണ്. സ്വാദിഷ്ടവും എന്നാൽ ഹാനികരവുമായ കാര്യങ്ങൾ എല്ലായിടത്തും ലഭ്യമാണ്. എല്ലാ സമയത്തും പരസ്യങ്ങൾ നമ്മെ അതിലേക്ക് ആകർഷിക്കുന്നു. ഈ സമയത്താണ് നിങ്ങളുടെ ആത്മനിയന്ത്രണം നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്തായി മാറുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഓരോ തവണയും നിങ്ങൾ ആ മോഹത്തെ അതിജീവിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും കൂടുതൽ ശക്തമാകും. ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നിങ്ങൾ വികസിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളുടെ പങ്കാളിയായി മാറുന്നതാണ് ഫിറ്റ്നസിന്റെ കാതൽ. ശരീരത്തിലെ ഓരോ കോശവും അതിന് ഊർജം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ആരോഗ്യം വളരെ സ്വാഭാവികമായി മാറുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ പതിയെ എത്തിച്ചേരും. ഫിറ്റ്നസ് യാത്രയിലെ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഇന്ന് അധികം മധുരം കഴിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ വ്യായാമം ചെയ്തെങ്കിലോ നിങ്ങളെത്തന്നെ അഭിനന്ദിക്കുക. കാരണം ഈ ചെറിയ വിജയങ്ങളാണ് വലിയ മാറ്റങ്ങൾക്ക് അടിത്തറയിടുന്നത്. സ്വന്തം ചെറിയ ശ്രമങ്ങളെ ബഹുമാനിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഭാവിയിൽ വലിയ ഫലങ്ങൾ കാണാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. ശരീരത്തെ വെറുതെ ശക്തമാക്കുക എന്നത് മാത്രമായിരിക്കരുത് ലക്ഷ്യമെന്നും, മറിച്ച് അതിനെ വഴക്കമുള്ളതും ശാന്തവുമാക്കേണ്ടതും അത്യാവശ്യമാണെന്ന് പുസ്തകത്തിൽ തുടർന്ന് പറയുന്നു. ഇതിന് യോഗ, ധ്യാനം, ശ്വസന നിയന്ത്രണം എന്നിവ വളരെയധികം സഹായിക്കും. ഇവ ശരീരത്തെ സ്ഥിരപ്പെടുത്തുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും. അതിലൂടെ വ്യക്തിക്കുള്ളിൽ ഒരു ആന്തരിക സന്തുലിതാവസ്ഥ രൂപപ്പെടും. മനസ്സും ശരീരവും ഒരേ താളത്തിലാകുമ്പോഴാണ് യഥാർത്ഥ ഫിറ്റ്നസ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. മനുഷ്യ ശരീരം ഓരോ നിമിഷവും എണ്ണമറ്റ ജോലികൾ ചെയ്യുന്ന അതിശയകരമായ ഒരു യന്ത്രമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന്റെ ദഹനപ്രക്രിയ ഉടനടി പ്രവർത്തിച്ചു തുടങ്ങുന്നു. നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ ശ്വാസകോശങ്ങൾ വായുവിൽ നിന്നും പ്രാണവായു വേർതിരിച്ചെടുത്ത് രക്തത്തിൽ കലർത്തുന്നു. നമ്മൾ ക്ഷീണിക്കുമ്പോൾ തലച്ചോർ വിശ്രമിക്കാനുള്ള സന്ദേശം നൽകുന്നു. ശരീരത്തിലെ ഓരോ അവയവത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ അവയിൽ ഒന്നിനെങ്കിലും സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടാൽ മുഴുവൻ സിസ്റ്റത്തെയും അത് ബാധിക്കും. അതുകൊണ്ടാണ് ആരോഗ്യം എന്നത് കേവലം രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് മാത്രമല്ല, ശരീരത്തിന്റെയും മനസ്സിന്റെയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് കൂടിയാകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന, നമ്മുടെ ഓരോ ചെറിയ മുറിവുകളും ഉണക്കുന്ന, എല്ലാ വൈറസുകളിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഒരു ശക്തി നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം. കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ഈ സംവിധാനമാണ് നമ്മുടെ ഏറ്റവും വലിയ കവചം. നമുക്ക് കാണാൻ കഴിയാത്തതും എന്നാൽ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നതുമായ അപകടങ്ങളിൽ നിന്ന് ഇത് നമ്മെ സംരക്ഷിക്കുന്നു. ഈ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ശരീരം എങ്ങനെയാണ് അതിനെ സ്വയം സംരക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിനെ ശക്തമാക്കാൻ നമുക്ക് കഴിയൂ. ഏതെങ്കിലും വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ അതിനെ തിരിച്ചറിയുകയും ഉടൻ തന്നെ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ചില കോശങ്ങൾ അതിനെ ആക്രമിക്കും, മറ്റ് ചിലവ അതിനെ ഓർമ്മിച്ചു വയ്ക്കും. അതുവഴി അത് വീണ്ടും വരികയാണെങ്കിൽ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ കഴിയും. 24 മണിക്കൂറും വിശ്രമമില്ലാതെ നമ്മെ സംരക്ഷിക്കുന്ന ഒരു സൈനിക വ്യൂഹം പോലെയാണിത് പ്രവർത്തിക്കുന്നത്. ഇതിൽ ശ്വേതരക്താണുക്കളാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. ഈ കോശങ്ങൾ ശരീരത്തിൽ എപ്പോഴും നിരീക്ഷണം നടത്തുകയും എന്തെങ്കിലും അന്യവസ്തുക്കളെ കണ്ടാൽ ഉടൻ അതിനെ ആക്രമിക്കുകയും ചെയ്യും. ശരീരത്തിൽ ലസികാ ഗ്രന്ഥികളുണ്ട്. അവയാണ് ഈ കോശങ്ങളുടെ കേന്ദ്രം. ഏതെങ്കിലും അണുബാധയുണ്ടാകുമ്പോൾ ഈ ഗ്രന്ഥികൾ സജീവമാവുകയും ശരീരത്തെ പോരാട്ടത്തിൽ സഹായിക്കുന്നതിനായി കൂടുതൽ കോശങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ രോഗികളാകുമ്പോൾ കഴുത്തിലോ കക്ഷത്തിലോ ഉള്ള ഗ്രന്ഥികൾ പലപ്പോഴും വീർക്കുന്നത്. കാരണം അവ അപ്പോൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. ഈ പ്രതിരോധ സംവിധാനം എന്തുകൊണ്ട് ദുർബലമാകുന്നു എന്നതും നാം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ശത്രു. അസന്തുലിതമായ ഭക്ഷണക്രമം,
ഉറക്കമില്ലായ്മ, സമ്മർദ്ദം, പുകവലി, മദ്യപാനം തുടങ്ങിയ കാരണങ്ങൾ ക്രമേണ ഈ സംവിധാനത്തെ തളർത്തുകയും ശരീരത്തെ രോഗങ്ങൾക്ക് എളുപ്പത്തിൽ കീഴ്പ്പെടുന്ന അവസ്ഥയിലാക്കുകയും ചെയ്യുന്നു. ഇടയ്ക്കിടെ രോഗം വരുന്ന ആളുകളിൽ കാണുന്ന പ്രധാന പ്രശ്നം അവരുടെ പ്രതിരോധ സംവിധാനം ദുർബലമായിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഇതിനുള്ള പരിഹാരവും നമ്മുടെ കൈകളിൽ തന്നെയുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഈ അത്ഭുത സംവിധാനത്തെ നന്നായി സംരക്ഷിച്ചാൽ അത് നമ്മെ ദീർഘകാലം ആരോഗ്യത്തോടെ നിലനിർത്തും. ശരീരത്തിന് പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകുക എന്നതാണ് ഇതിലെ ആദ്യപടി. വിറ്റാമിൻ സി, ഇ, സിങ്ക്, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ഭക്ഷണം ഇതിനെ ശക്തമാക്കും. പഴങ്ങൾ, പച്ചക്കറികൾ, ആവശ്യത്തിന് വെള്ളം എന്നിവ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകും. യോഗ, ധ്യാനം, വ്യായാമം എന്നിവയിലൂടെ രക്തചംക്രമണം മെച്ചപ്പെടുന്നു. ഇത് ഈ സംവിധാനത്തെ കൂടുതൽ സജീവമാക്കുന്നു. സമ്മർദ്ദം ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. മനസ്സെപ്പോഴും സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നു. അതുകൊണ്ട് ശാരീരിക കരുത്ത് പോലെ തന്നെ മാനസിക സമാധാനവും ആരോഗ്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അതിനാൽ ഓരോ ദിവസവും നിങ്ങൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കുക, ധ്യാനിക്കുക, സംഗീതം കേൾക്കുക, അല്ലെങ്കിൽ പ്രകൃതിയിൽ സമയം ചിലവഴിക്കുക. ഇത് ശരീരത്തിനൊപ്പം മനസ്സിനെയും പുനരുജ്ജീവിപ്പിക്കും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ എത്രയോ രോഗങ്ങൾക്ക് നമ്മെ തൊടാൻ പോലും കഴിയില്ല എന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ജലദോഷവും ചുമയും മുതൽ വലിയ രോഗങ്ങൾ വരെ ശരീരത്തിന് സ്വന്തമായി തന്നെ നേരിടാൻ സാധിക്കും. നമ്മുടെ കോശങ്ങൾ നമ്മെ ഉള്ളിൽ നിന്ന് സംരക്ഷിക്കും. മരുന്നുകളെ ആശ്രയിക്കാതെ തന്നെ ദീർഘകാലം ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് കഴിയും. ഇതാണ് നമ്മുടെ ഉള്ളിലെ പ്രതിരോധ സംവിധാനത്തിന്റെ യഥാർത്ഥ ശക്തി. എന്നാൽ ഈ സംവിധാനത്തിന്റെ തകരാറുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ചില അസുഖങ്ങളും ശരീരത്തിലുണ്ട്. ഈ സംവിധാനം അമിതമായി സജീവമാകുമ്പോൾ അത് ശരീരത്തിന്റെ സ്വന്തം കോശങ്ങളെ തന്നെ ആക്രമിക്കാൻ തുടങ്ങും. ഇതുമൂലം സന്ധിവാതം, ലൂപ്പസ് അല്ലെങ്കിൽ ടൈപ്പ് 1 പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് രക്ഷകൻ തന്നെ ആക്രമണകാരിയാകുമ്പോൾ ശരീരം അതിനോട് തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊരു വളരെ ഗുരുതരമായ അവസ്ഥയാണ്. എന്നാൽ ഇതിന് കാരണം ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സംവിധാനത്തെ ശക്തമാക്കുന്നത് മാത്രമല്ല, അതിനെ സന്തുലിതമായി നിലനിർത്തുന്നതും വളരെ അത്യാവശ്യമാണ്. കാരണം ചെറിയ അണുബാധകളിൽ നിന്നാണ് ശരീരം പഠിക്കുന്നത്. അത് അതിന്റെ പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുന്നു. കുട്ടികൾ പുറത്തു കളിക്കുമ്പോഴും മണ്ണുമായി ഇടപഴകുമ്പോഴും അവരുടെ പ്രതിരോധശേഷി പതുക്കെ പതുക്കെ ശക്തമാകാൻ കാരണമിതാണ്. ശരീരത്തിന്റെ ഈ അത്ഭുതകരമായ രക്ഷാസംഘം രാവും പകലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഉറങ്ങുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ഇത് നിരന്തരം സജീവമാണ്. ശരിയായ ഭക്ഷണം, ശരിയായ ഉറക്കം, ശരിയായ ചിന്ത എന്നിവ നൽകി നമ്മൾ ഇതിനെ പരിപോഷിപ്പിക്കുമ്പോൾ അത് എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തും. ഈ സംവിധാനത്തിന്റെ ശക്തി മനസ്സിലാക്കുക എന്നത് ജീവിതത്തെ മനസ്സിലാക്കുന്നതിന് തുല്യമാണ്. കാരണം ശരീരത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്നറിയുന്നവന് മാത്രമേ ആരോഗ്യകരവും സന്തുലിതവുമായ ഒരു ജീവിതം നയിക്കാൻ കഴിയൂ. ഈ യാത്ര മുഴുവനായും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥ ഫിറ്റ്നസ് എന്നത് കേവലം ശരീരത്തിന്റെ കരുത്തിലല്ല, മറിച്ച് ചിന്തയിലും അച്ചടക്കത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഫിറ്റ്നസ് എന്നാൽ മാംസപേശികൾ വളർത്തുക മാത്രമല്ല, നിങ്ങളുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയ്ക്കിടയിൽ ഒരു സമന്വയം ഉണ്ടാക്കുകയാണെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നീ ശീലങ്ങളെ നിങ്ങൾ സന്തുലിതമാക്കുമ്പോൾ നിങ്ങൾ കരുത്തനാകുക മാത്രമല്ല, കൂടുതൽ സ്ഥിരതയുള്ളവനാകുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥ വിജയം. ഇതാണ് യഥാർത്ഥ ഫിറ്റ്നസ്. നിങ്ങൾക്ക് ഈ സമ്മറി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ ആരോഗ്യത്തെയും ഫിറ്റ്നസിനെയും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതിനായി ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പ്രചോദനാത്മകമായ ബുക്ക് സമ്മറികൾ ആദ്യം തന്നെ ലഭിക്കുന്നതിനായി ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമന്റിൽ പവർ ഓഫ് ഫിറ്റ്നസ് എന്ന് ടൈപ്പ് ചെയ്യുക. നന്ദി.